ഓൾ വെൽക്കം ടു ശ്രീസ് ഫണ്ണി ടോക്കീസ്. ഞാൻ ആതിര നിവിൻ. അപ്പോ ഇതാരറിയില്ല, എൻ്റെ മോൻ ശ്രീ പത്മനാഭൻ. എല്ലാവർക്കും ഹായ് കൊടുത്ത. ഹായ് ഹായ് പ്ലിങ്കിസ് കൊടുത്ത. അപ്പോ ഇന്ന് ഞാൻ വന്നേക്കണത് എല്ലാവരും എൻ്റെ തമ്മിൽ കണ്ടു വന്നതായിരിക്കും അല്ലേ. അപ്പോൾ അത് എനിക്കും ഇത് കാണുന്ന മിക്ക എന്താ പറയുക ഗർഭിണികൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആഗ്രഹം എന്തായിരിക്കും, നമുക്കൊരു നോർമൽ ഡെലിവറി വേണമെന്നാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കും. അത്രയും തന്നെ നമുക്ക് പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ യോഗമാണ് അല്ലെങ്കിൽ ഒരു വിദ്യയാണ് അല്ലേ. ഇതിനായിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് ആരോഗ്യ ആയുസുള്ളൊരു കുട്ടി ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം എന്താണ്, അതാണ് അല്ലേ. നമ്മൾ ഗർഭിണിയാണെങ്കിൽ നമുക്ക് ആരോഗ്യം ആയുസുള്ളൊരു സന്താനം ഉണ്ടാവട്ടെ. പിന്നെ അതൊക്കെ നമ്മളുടെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പകുതിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ ഗർഭിണി ആയപ്പോൾ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ PCOD വെച്ചിട്ട് പ്രഗ്നൻ്റ് ആയെന്നും എങ്ങനെയാണ് നോർമൽ ഡെലിവറി വന്നതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്താണ് PCOD എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. PCOD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നാണ് PCODനെ പറയുക. അത് നമ്മളുടെ ഓവറിയുടെ ഒരു സിൻഡ്രോമാണ്. ഓവറിക്ക് ബാധിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ PCOS എന്ന് പറയുന്നത്. ഇത് ഇനി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് നമ്മളിൽ പെടുത്തുണ്ടെങ്കിൽ ഒരു വേൾഡ് വൈഡ് 105 മില്യൺ സ്ത്രീകളിൽ, അതായത് 15 വയസ്സ് തൊട്ട് 49 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 105 മില്യൺ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സയന്റിഫിക് വേൾഡിന്റെ ഒരു കണക്കെടുപ്പ്. അതായത് നമ്മൾ 10 പേരിൽ 10 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. പലവർക്കും അറിയായിരിക്കാം, അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ. അറിയണവര് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങളത് കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാത്ത കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോഴേ ഞാൻ ഈ കാട്ടിയിരിക്കുന്ന പിക്ചറിൽ നല്ല വ്യക്തമായിട്ട് നോർമൽ ഓവറിയും പോളിസിസ്റ്റിക് ഓവറിയും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഒരു നോർമൽ ഓവറി, ഒരു സാധാരണ എല്ലാ മാസം വരെയുള്ളൊരു പെൺകുട്ടിക്കാണെങ്കിൽ ഓരോ മാസവും ഓരോ അണ്ടങ്ങൾ വീതം അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുകയും ഓവുലേഷൻ അണ്ടോൽപാദനം നടക്കുകയും അതിൽ ആ അണ്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത അണ്ടത്തിൽ വേറെ മെയിലിൽ നിന്നും ആണുങ്ങളിൽ നിന്ന് സ്പേംസ് വന്നിട്ട് ഗർഭധാരണം നടന്നില്ലെങ്കിലോ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ മാത്രമാണ് ആ അണ്ടം കോർപ്പസ് ആയിട്ട് ഓരോ പാളികളായിട്ട് നമ്മൾക്ക് ബ്ലഡിലൂടെ ചേർന്നിട്ട് നമുക്ക് മെൻസ്ട്രൽ പീരീഡ്സ് ആയിട്ട് പോണത്. ആ സമയത്ത് ഒരു പോളിസിസ്റ്റിക് ഓവറിയുള്ള ഒരു ഒരു സ്ത്രീക്കാണെങ്കിൽ ആ ഓവറിയിൽ ഓരോരോ എഗ്ഗിൻ്റെ വളർച്ച പൂർണ്ണമായും നടക്കാണ്ട് വരികയും ഓരോ അണ്ടങ്ങളുടെ വളർച്ച നടക്കാണ്ട് വരികയും ഓവുലേഷൻ അണ്ടോൽപാദനം പൂർണ്ണ വളർച്ചെത്തിയ അണ്ടോൽപാദനം നടക്കാണ്ട് വരികയും ഓവുലേഷൻ നടക്കാണ്ട് വരുന്ന ഒരു അവസ്ഥേനെയാണ് വരികയും ആ ഓവം അല്ലെങ്കിൽ ആ അണ്ടം ഓരോ സിസ്റ്റുകളായിട്ട് ഓരോ കുമിളകളായിട്ട് നമ്മളുടെ അണ്ടാശയങ്ങളിൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയം സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെ ആവുമ്പോൾ ഓവുലേഷൻ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളുടെ കൃത്യമായിട്ടുള്ള പീരീഡ്സ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മൾ സ്ത്രീകളിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നമ്മളുടെ എഗ്ഗിൻ്റെ, അതായത് നമ്മളുടെ അണ്ടത്തിൻ്റെ ഡെവലപ്മെന്റ് നടക്കാത്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് അതിൻ്റെ കാരണം ഹോർമോണൽ ഇംബാലൻസിന് ജനിതകമായിട്ടുള്ള കാരണം കൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി അതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോണൽ ബാലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കായിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്,
പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഈ സ്ത്രീകളിലെ ഹോർമോണിനെക്കാട്ടും കൂടുതൽ പുരുഷന്മാരുടെ ഹോർമോൺ, അതായത് ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റെറോണോ സ്ത്രീകളിൽ കൂടുമ്പോഴാണ് ഈ ഒരു അണ്ടത്തിന്റെ ഡെവലപ്മെന്റ് നമ്മളിൽ നടക്കാത്തത്, അണ്ടോൽപാദനം നടക്കാത്തത്. അപ്പോഴാണ് നമുക്ക് ഈ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ മെയിൻ എന്താണ്, ഇതിന്റെ ഓരോ സിംറ്റംസ് എന്താണ്? ഇതിന്റെ സിംറ്റംസ് നമ്മളെ ഇന്റേണൽ ആയിട്ടല്ല എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് ഇതിന്റെ സിംറ്റംസ് ഓരോ PCODക്കുള്ള ഒരു സ്ത്രീയിൽ കാണാം. അതായത് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ. അപ്പോൾ എനിക്കുണ്ട്, ഞാനൊരു PCOD പേഷ്യൻ്റ് എന്ന് പറയല്ല, PCOD ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അതിന്റെ മെയിൻ ഒരു സിംറ്റം എന്താണ്? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സിംറ്റാണ് തടി. നമ്മൾ ഒബേസിറ്റി, തടി ഉണ്ടാവാം അവർക്ക്. അതേപോലെ ഫേഷ്യൽ ഹെയർസ്, ഈ ഭാഗങ്ങളിലും ചിക്കിലും നമ്മള് മീശ പോലെ വരാം, നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവാം. അതേപോലെ ആക്നെ, കുരുക്കൾ വരാം, നമുക്ക് ആക്നകൾ വരാം. അതേപോലെ തന്നെ നമ്മളുടെ ഇറഗുലർ പീരീഡ്സ്, അതാണ് ഏറ്റവും വലിയത്. ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവും. അതേപോലെ അവരുടെ മൂഡ് സ്വിങ്സ്, നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കാം, അങ്ങനെ പല മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ തക്ക സമയത്ത് ഇത് കണ്ടുപിടിച്ച് ഇതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ പറയുന്നതല്ല, ഡോക്ടേഴ്സൊക്കെ എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു എന്താണ്, നമ്മൾ തക്ക സമയത്ത് ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾക്കത് നമ്മളെ ഹാർട്ട് പ്രോബ്ലംസോ അല്ലെങ്കിൽ നമുക്കത് ഒരു ഓവറിയൻ ക്യാൻസർ വരെ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് നമ്മളെ PCOD കൊണ്ട്. അപ്പോൾ നമ്മൾ തക്ക സമയത്ത് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്താൽ മാത്രം, ക്യൂർ ചെയ്താൽ മാത്രമാണ് നമ്മൾക്കത് നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്യൂർ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ PCOD ഉള്ളവർക്ക് മെയിനായിട്ട് വരുന്നത് എന്താണ്? ഇൻഫെർട്ടിലിറ്റി ആണ് എന്നാണ് പറയുന്നത്, വന്ധ്യതയാണ് കാരണം. ഒരു PCOD പേഷ്യൻസിന് ഗർഭധാരണത്തിന് പ്രയാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നടക്കില്ല എന്നല്ല, പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ ക്യൂർ ചെയ്യണം. ക്യൂർ ചെയ്യാൻ നിങ്ങൾ ഒരു PCOD പേഷ്യൻ്റാന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ PCODക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ഗൈനക്കോളജിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ എന്തായാലും സമീപിക്കുക. അപ്പോൾ അവർ നമ്മളെ ഹോർമോണൽ ലെവൽസ് ഇംബാലൻസ് ചെയ്യാനുള്ള മെഡിസിൻസ് നമുക്ക് തരും. അതേപോലെ എവറിഡേ എക്സസൈസ്, എന്ന് എക്സസൈസ് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ നമ്മളെ ഫുഡിൻ്റെ രീതികൾ മാറ്റാൻ പറയും. അതായത് ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ചിക്കനോ നോൺ വെജ് ഫുഡുകളോ ഒന്നും അധികം കഴിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ PCODനെ ക്യൂർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ അമ്മമാർക്കും പേടിയുണ്ടാവുമല്ലോ, മക്കളിങ്ങനെ തടി കൂടുമ്പോൾ അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ഉള്ള എല്ലാ അമ്മമാരിലും പേടിയുണ്ടാവും, അവളുടെ ഭാവി എന്താവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ അതേപോലെ എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ PCOD ആണെന്ന് അറിഞ്ഞു. ഞാൻ അന്നും ജനിച്ചപ്പോൾ തൊട്ട് നല്ല വണ്ണുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതേപോലെ ഒരു ഡോക്ടറിനെ, ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് അവരെനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. അതേപോലെ ഞാൻ എൻ്റെ തടി കുറച്ചു, അതിന് വേണ്ട മെഡിസിൻസ് എടുത്തു, ഡെയിലി എക്സസൈസ് ചെയ്തു, ഇതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്തു. അപ്പോൾ എൻ്റെ PCOD ക്യൂറായി. എനിക്ക് റെഗുലർ പീരീഡ്സ് വന്നു. മാസമായിട്ട് ഞാൻ പീരീഡ്സുകൾ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ ആ അവസരത്തിലായിരുന്നു എൻ്റെ കല്യാണവും കഴിഞ്ഞത്. അതേപോലെ തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഞാൻ ക്യാരിങ് ആവുകയായിരുന്നു. അപ്പോൾ അപ്പോൾ അടുത്ത ചിന്ത എന്തായി, നമ്മളെ എങ്ങനെ ഗർഭിണിയായപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ, പല റൂമേഴ്സും നമുക്ക് ഇങ്ങനെയുള്ള തടി കൂടുതലുള്ളവർക്കോ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉള്ളവർക്ക് പലതും കേൾക്കാൻ വേണ്ടി വരും. എന്താവും ഇവളുടെ കാര്യം, എന്താണ് ഇങ്ങനെ എന്താ പീരീഡ്സ് ശരിയല്ലല്ലോ, ഞാൻ തടി വെച്ച് വരികയല്ലേ, എന്താ ഇനി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ തന്നെ കുട്ടികളുണ്ടാവോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക്
ഇതിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിൽ ചിലതൊക്കെ ഞാനും ഫേസ് ചെയ്തിരുന്നു. നമ്മളെക്കാട്ടും കൂടുതൽ പേടിയായിരിക്കും ആർക്ക്, നമ്മുടെ അമ്മമാർക്ക് അല്ലേ. അപ്പൊ എൻ്റെ അമ്മയ്ക്കും ഈ പറയുന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് എനിക്ക് ആ സമയത്ത് PCOD ക്യൂർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇനി എങ്ങനെ നോർമൽ ഡെലിവറി വന്നു നോക്കാം. സാധാരണ ഒരു തടിയുള്ള സ്ത്രീ എന്താ പറയാ ഗർഭിണിയായ എല്ലാവരും എന്താ പറയാ, ഇവൾക്ക് നോർമൽ ഡെലിവറി ഒന്നും പറ്റില്ല, സാധാരണ സിസേറിയൻ ആയിരിക്കുള്ളൂ, മിക്കവരും അങ്ങനെ പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്തൂല്ലേ. അപ്പൊ എനിക്കും അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ എനിക്ക് അതിൽ നിന്നൊരു എന്താ പറയുക ഒരു പ്രചോദനമായിരുന്നു. ഇല്ല, എനിക്ക് നോർമൽ ഡെലിവറി വേണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. നടക്കുമെന്ന് അറിയില്ലായിരുന്നു. കാരണം പാതി നമ്മള് യോഗം പോലെ ഇരിക്കും. പക്ഷെ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുള്ളൊരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഗർഭിണിയായിരുന്നിട്ട് പോലും ഞാൻ അതേപോലെ ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ ഫുഡ്സ് ഒന്നും അധികം വാരി വലിച്ച് തിന്നിരുന്നില്ല. ആവശ്യത്തിന് വേണ്ട ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള വിറ്റാമിനും പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ മാത്രം, ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു. അതിനു വേണ്ടി ഒരു 7-ാം മാസം തൊട്ട് ഞാൻ എൻ്റെ എക്സസൈസുകൾ തുടങ്ങി. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ലേഡീസ് ചെയ്യണ എക്സസൈസുകൾ തുടങ്ങി. ഞാൻ ഇപ്പോഴും പറയണത്, നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം എക്സസൈസുകൾ ചെയ്യുക. അല്ലാണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും ചെയ്യരുത്. നിങ്ങൾ പലവർക്കും പല രീതിയിലായിരിക്കും. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്നോട് എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം എക്സസൈസുകൾ ചെയ്തോളാനായിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ ഇല്ലേ പ്രഗ്നൻസി എക്സസൈസുകൾ ഇഷ്ടം പോലെ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിലേതെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് 7-ാം മാസം തൊട്ട് അത് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 7-ാം മാസം ഒരു ഇതായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടി നമ്മളതിൽ സുരക്ഷിതാന്ന് ഉറപ്പിച്ച് ഒരു 7-ാം മാസമൊക്കെ ആവുമ്പോൾ തൊട്ട് നമ്മൾ ചമ്മണം മണി ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ അങ്ങനെ കഴിച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ ക്ലോസറ്റ്, അത് വലിയ കാര്യം കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ എത്ര പണികൾ ചെയ്തിട്ടായിരുന്നു അല്ലേ അവരൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ ഗർഭിണി ആയത് തന്നെ റെസ്റ്റ് ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മള് മേലനക്കുക. ആ ഗർഭിണി ആണെങ്കിൽ പോലും അത്യാവശ്യം കുട്ടിക്ക് കുഴപ്പം വരാത്ത രീതിയിൽ നമ്മൾ മേലനങ്ങി ഓരോ കാര്യങ്ങൾ പണികളായാലും ഓരോന്ന് ചെയ്യാം. അതായത് നമ്മൾ മുറ്റടിച്ചു പോരുക, നന്നായിട്ട് എല്ലാവരും പറയില്ലേ നന്നായി മുറ്റടിച്ചു പോരുക. അതായത് പിന്നെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളുടെ ഈ കാലിന്റെ ഭാഗത്തുള്ള മസിൽസിനൊക്കെ നല്ലൊരു അയവായിരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ നന്നായി എക്സസൈസ് നന്നായി ധാരാളം വെള്ളം കുടിച്ചിരുന്നു. അതേപോലെ ഓരോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അധികം ആയിട്ടുള്ള മറ്റ് ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ തന്നെ ചോറ് തന്നെ ഞാൻ വല്ലാണ്ട് തിന്നിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞ. ആ സമയത്ത് എനിക്ക് എന്താ പറയാ ഷുഗറും കൂടി വന്നിരുന്നു. ഷുഗറിന്ന് ഹൈ അല്ല, 95 ആണ് വന്നിരുന്നത്. ബിലോ 95 പ്രഗ്നന്റ് ലേഡീസിന് ഷുഗർ ലെവല്, ഗ്ലൂക്കോസ് ലെവല് ബിഫോർ 95 ആണെങ്കിൽ അത് കൂടുതലാണെന്നാണ് പറയുക. അപ്പൊ എൻ്റെ കറക്റ്റ് 95 ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും ഷുഗറിന് വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ എടുത്തോ, ഇനി കോംപ്ലിക്കേഷൻസ് വരണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമ്മളെ ഒരു വലിയ റോള് തന്നെ നമ്മളെ ഡോക്ടേഴ്സിനും ഉണ്ട് കേട്ടോ. എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെ ഞാൻ എങ്ങനെ പ്രസവിപ്പിക്കും, ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് ആണെങ്കിൽ കൂടുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആളെന്നോട് പറഞ്ഞു, നീ എക്സസൈസ് ചെയ്യണം, നീ ഭക്ഷണം കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഗ്ലൂക്കോസ് ലെവലൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നിനക്ക് നോർമൽ ഡെലിവറി സാധിക്കുള്ളൂ, നീ നോർമൽ ഡെലിവറി ചെയ്യണം. അങ്ങനെ നമുക്കൊരു മെന്റൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് തന്നു കേട്ടോ. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, നീ വെറുതെ ഇരിക്കരുത്, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചോദിക്കും എന്തൊക്കെ ചെയ്തില്ല, എനിക്ക് ഇവിടെ റിസൾട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറയും. അപ്പൊ ആള് നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പോ
അങ്ങനെ എന്തോ ദൈവം സഹായിച്ചിട്ട് പ്രസവിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങലും എന്താ പറയാ ഇങ്ങനെ പുഷപ്പ് പോലെ, പുഷപ്പല്ല, നമ്മളിങ്ങനെ കസാരമ പിടിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യലോ ഒക്കെ ആയിരുന്നു സമയം വരെ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നോർമൽ ഡെലിവറി ആവാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ഗർഭിണികളാണെങ്കിൽ അവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പറയുന്നു, PCOD ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനെ അത് സാരമില്ല എന്ന് വെച്ചിട്ട് അതിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുക, അതിനെ ക്യൂർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റുക. ഇപ്പൊ ഞാൻ ഇപ്പൊ പ്രസവമൊക്കെ കഴിഞ്ഞ് മോന് 2 വയസ്സാവാറായി. എന്നിട്ടും ഇപ്പൊ എനിക്ക് വീണ്ടും പണ്ടത്തെ പോലെ പ്രോബ്ലംസ് തുടങ്ങി. ഞാൻ പ്രസവം കഴിഞ്ഞതോടുകൂടി സത്യം പറയാലോ നല്ല മടിച്ചായി. മടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫുഡിങ്ങിലൊന്നും നിയന്ത്രണങ്ങൾ വെച്ചില്ല. കാരണം മോൻ പാല് കുടിക്കല്ലേ, അതുകൊണ്ട്. അപ്പോൾ മുലപ്പാല് കുടിക്കണോണ്ട് ഞാൻ നിയന്ത്രണങ്ങളൊന്നും വെച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങളീ കാണുന്ന അവസ്ഥയിലായി നിൽക്കുന്നുണ്ട്. ഇനി എനിക്ക് ക്യൂർ ചെയ്യണം. ഞാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എൻ്റെ മടിയാണ് അതിന് കാരണം. അപ്പോൾ പറ്റട്ടെ, എന്നെ കൊണ്ട് സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിന് എല്ലാവിധ സപ്പോർട്ടും നൽകുക.